നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ പെട്ടെന്നറിയാം. അതിവേഗ വാർത്തകൾ. വഖഫ് ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹർജികൾ പരിഗണിക്കും. ഇടക്കാല ഉത്തരവിനും സാധ്യത. വാദം ഇന്നത്തേക്ക് മാറ്റിയത് കേന്ദ്രത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന്. അന്ത്യാത്താഴത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽക്കഴുകൽ ശുശ്രൂഷയും സഭാധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിലെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച എൻ പ്രശാന്ത് IAS തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം ഉടൻ നൽകണമെന്നും ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ കേസെടുക്കണമെന്നും പ്രശാന്ത്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ. സംസ്ഥാനത്തെ പുതിയ DGPയെ തീരുമാനിക്കുന്നതിനുള്ള 6-അംഗ ലിസ്റ്റ് തയ്യാറായി. ലിസ്റ്റിൽ MR അജിത് കുമാറിന്റെ പേരും. ഇപ്പോഴത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂൺ 30-ന് സ്ഥാനമൊഴിയും. ഇതിനു മുന്നോടിയായാണ് 6 IPS ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക തയ്യാറാക്കിയത്. സംസ്ഥാന DGPയായി പരിഗണിക്കുക IPS തസ്തികയിൽ 30 വർഷം പൂർത്തിയായവരെ. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തിരഞ്ഞെടുക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരും. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത അനുയായികളും നിലവിൽ ഏരിയ സെക്രട്ടറിമാരുമായ P നിഖിൽ, TP ബിനീഷ് എന്നിവരും പുതുതായി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഭൂമിയിൽ ടൗൺഷിപ്പ് മാതൃകയിലുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. സ്പെഷ്യൽ ഓഫീസർ S സുഹാസ് IASന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. കൽപ്പറ്റ എസ്റ്റേറ്റിൽ വീടുകൾക്കുള്ള നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് ദുരന്തമുണ്ടായി 9 മാസത്തിനു ശേഷം. ഒരു മാതൃകാ വീടിന്റെ നിർമ്മാണം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കിഫ്ബിയുടെ ചാർജ് ഓഫീസർ അനിൽകുമാർ അറിയിച്ചു. കന്യാകുമാരി തീരത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. ഈ വർഷം മൺസൂൺ മഴ ശരാശരിയേക്കാൾ കൂടുതൽ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സാധാരണ ലഭിക്കുന്നതിൽ നിന്നും 5% കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. സാധാരണയായി ജൂൺ 1-ന് കേരളത്തിൽ ആരംഭിച്ച് സെപ്റ്റംബർ പകുതിയോടെ പിൻവാങ്ങുന്നതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. എറണാകുളം വടക്കൻ പറവൂർ വെടിമറയിൽ പ്ലാസ്റ്റിക് ഗോഡൌണിൽ തീപിടുത്തം. അർദ്ധരാത്രിയോടെയാണ് വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന ഗോഡൌണിന് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീ നിയന്ത്രണ വിധേയമാണ്. സംഭവത്തിൽ ആളപായമില്ല. ഫ്രെഡറിക് മെഴ്സ് ജർമ്മനിയുടെ 9ാമത്തെ ചാൻസലറാകും. ജർമ്മനിയിലെ കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി നേതാവാണ് ഫ്രെഡറിക് മെഴ്സ്. ഫ്രെഡറിക് മെഴ്സിനെ ചാൻസലറായി തിരഞ്ഞെടുക്കാൻ ജർമ്മൻ പാർലമെന്റ് അംഗങ്ങൾ മെയ് ആദ്യവാരം ഒത്തുകൂടുമെന്ന് അദ്ദേഹത്തിന്റെ യാഥാസ്ഥിതിക സംഘം SPD-യുമായി സഖ്യോടമ്പടിയിൽ ഒപ്പുവെച്ചു. US-ൽ പട്ടാള നിയമ മാതൃകയിലുള്ള പുതിയ ഉത്തരവിൽ ഒപ്പിടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സിവിൽ നിയമനിർവഹണത്തിൽ US സൈന്യത്തിന് അധികാരം കൊടുക്കുന്ന നിയമമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് നടപ്പാക്കുക എന്നാണ് സൂചന. ഏപ്രിൽ 20-ന് നിർണായകമായ തീരുമാനമെടുക്കും. ഹാർവാർഡ് സർവകലാശാലയ്ക്ക് നേരെ പുതിയ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. സർവകലാശാല മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നികുതിയില്ല ആനുകൂല്യം റദ്ദാക്കും. രാഷ്ട്രീയ സ്ഥാപനമായി കണക്കാക്കി നികുതി ചുമത്തുമെന്നാണ് പ്രഖ്യാപനം. അക്കാദമിക് സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള ട്രംപിന്റെ നീക്കത്തെ ചെറുക്കുന്ന ഹാർവാർഡിനെ മുൻ പ്രസിഡന്റ് ഒബാമ അഭിനന്ദിച്ചു. ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് US പിന്മാറില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ആണവ കരാർ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ഇറാന്റെ ആരോപണത്തിനായിരുന്നു ട്രംപിന്റെ മറുപടി. ഇസ്രായേൽ പൗരന്മാർ താമസിക്കുന്ന ഗാസയുടെ അതിർത്തിയിൽ അബദ്ധത്തിൽ ബോംബിട്ട് ഇസ്രായേൽ സൈന്യം. ഗാസ അതിർത്തിയിൽ 550ഓളം ഇസ്രായേൽക്കാർ താമസിക്കുന്ന പ്രദേശത്താണ് ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനം ബോംബ് വർഷിച്ചത്. സാങ്കേതിക തകരാറ് മൂലമാണ് ഒരു അബദ്ധം പറ്റിയതെന്നാണ് സൈന്യം സംഭവത്തെ തുടർന്ന് പുറത്തുവിട്ട വിശദീകരണത്തിൽ പറയുന്നത്.
മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുന്നേ പ്രചാരണത്തിന് തുടക്കമിട്ട മുസ്ലിം ലീഗ്. ചന്തക്കുന്ന് ടൗണിൽ ചുവരെഴുതിയും കൈപ്പത്തി ചിഹ്നം വരച്ചും പ്രവർത്തകർ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ പ്രചാരണം ശക്തമാക്കാനാണ് പാർട്ടി തീരുമാനം. നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തി അഗതികളുടെയും വിധവകളുടെയും സാമൂഹ്യ പെൻഷൻ നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ചാണ് സമരം. മസ്റ്ററിംഗിനാവശ്യമായ മുഴുവൻ രേഖകളും നൽകിയിട്ടും സമയബന്ധിതമായി അപ്ലോഡ് ചെയ്യുന്നതിൽ നഗരസഭ വീഴ്ച വരുത്തിയതാണ് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നും സമരക്കാർ ആരോപിച്ചു. ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലായി ഇടുക്കിയിലെ കുരുമുളക് കർഷകർ. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും തിരിച്ചടിയായി. വില ഉയർന്നെങ്കിലും പ്രതീക്ഷിച്ച വിളവില്ലാത്തത് ആശങ്കയാകുന്നു. ആലപ്പുഴ ചെറിയനാട് റെയിൽവേ അടിപ്പാതയിൽ വെള്ളക്കെട്ട് പതിവാകുന്നു. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിൽ. വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ. ഇടുക്കി മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. രോഗികളുമായുള്ള ആംബുലൻസുകളടക്കം കടന്നുപോകുന്ന റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത്. കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനാപകടങ്ങളും പതിവാണ്. കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് വാഹനം ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി. കൊല്ലം പുതിയകാവിൽ യുവ ഫുട്ബോൾ താരം ബൈക്ക് അപകടത്തിൽ മരിച്ചു. താഴവ വടക്കുമുറി സ്വദേശി നന്ദദേവനാണ് മരിച്ചത്. പുതിയകാവ് മുസ്ലിം പള്ളിക്ക് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. അപകടത്തിൽ സഹയാത്രികനും പരിക്കേറ്റു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഭൂട്ടാനിൽ നടന്ന റൂറൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിന് പോയ സംഘത്തിൽ അംഗമായിരുന്നു നന്ദദേവൻ. കൊല്ലത്ത് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. കുണ്ടറ പടപ്പക്കര സ്വദേശികളായ അനിൽ, ലിജു എന്നിവരാണ് പിടിയിലായത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഇവരെ പോലീസ് പിടികൂടിയത്. മലപ്പുറം നിലമ്പൂരിൽ ചാരായവും വാഷുമായി 55കാരൻ എക്സൈസിന്റെ പിടിയിലായി. താണീര് സ്വദേശി കുട്ടനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 1/2 ലിറ്റർ ചാരായവും 41 ലിറ്റർ വാഷും എക്സൈസ് പിടികൂടി. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചു. തൃശൂർ വലപ്പാടി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. എടത്തുരുത്തി സ്വദേശി ഷജീർ, മുരിയാംതോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് വലപ്പാട് സ്വദേശിയായ ഷിയാസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തൃശൂർ ചേലക്കര വെങ്ങാനല്ലൂരിലുണ്ടായ കത്തിക്കുത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശി ഷാനുബിനാണ് കുത്തേറ്റത്. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ ചേലക്കര പോലീസ് പിടികൂടി. വെങ്ങാനല്ലൂർ സ്വദേശികളായ ബിപിൻ, പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. ഷാനുബും പിടിയിലായവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. തൃശൂർ ചാലക്കുടി വേളൂക്കരയിലെ ബാർ ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി റിമാൻഡിൽ. വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതിയായ പരിയാരം സ്വദേശി ജിജോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 13-ന് ജിജോ, ലിജോ, ലിൻഡോ എന്നിവർ ചേർന്ന് ടച്ചിങ്സ് കൊടുക്കാത്ത കാരണം പറഞ്ഞ ബാർമാനായ വെള്ളാവൂർ സ്വദേശി ജയകുമാറിനെ ആക്രമിച്ചിരുന്നു. പ്രതികളായ കുറ്റിക്കാട് സ്വദേശി ലിജോ, ലിൻഡോ എന്നിവരെ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കൊല്ലം കുളത്തുപുഴയിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് 4-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. കുളത്തുപുഴ സ്വദേശി റാഷിദിനാണ് മർദ്ദനമേറ്റത്. ബൈക്കിലും സ്കൂട്ടിയിലുമായി എത്തിയ 4-അംഗ സംഘം ബസ്സിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തൃശൂർ ചേർപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കോടന്നൂർ സ്വദേശി ശ്രീജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു പൂരം ഡ്യൂട്ടിക്കിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരായ അജിത്തിനെയും സിജോയെയും പ്രതി ഭീഷണിപ്പെടുത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ.
മഞ്ഞനപ്പള്ളി സ്വദേശി ഷിന്നിലാണ് അറസ്റ്റിലായത്. എറിയാട് സ്വദേശി ശരത്തിനെയാണ് MT സ്കൂളിനടുത്തുള്ള കലാസൃഷ്ടി ക്ലബിന് സമീപം വെച്ച് കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഷിന്നിൽ ഭാര്യയും മക്കളുമായി വഴക്കിടുന്നത് ശരത് ചോദിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് ഷിനിൽ ശരത്തിനെ ആക്രമിച്ചത്. തൃശൂർ കയ്പമംഗലത്ത് പടക്കം പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിലുണ്ടായ അക്രമ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശികളായ ലാലു, അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത്. ബീച്ചിന് സമീപം പടക്കം പൊട്ടിച്ചതിന്റെ വിരോധത്തിലാണ് ആക്രമണമുണ്ടായത്. കാസർഗോഡ് ATM കൊള്ളയടിക്കാൻ ശ്രമം. MG റോഡിൽ സ്ഥിതി ചെയ്യുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാസർഗോഡ് ശാഖയിലെ ATMിലാണ് കവർച്ചാ ശ്രമം നടന്നത്. ബാങ്ക് അധികൃതരുടെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ഓങ്ങല്ലൂർ മരുതൂരിൽ വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണ് KSEB കരാർ തൊഴിലാളിക്ക് പരിക്ക്. കൊപ്പം സ്വദേശി നവനീതിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ നവനീതിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം യു-ടേണിൽ കാറിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചെങ്ങാലൂർ സ്വദേശി വിജിലൻ, യാത്രക്കാരനായ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് റോഡുമായി കോൾപ്പാട ശേഖരത്തെ ബന്ധിപ്പിക്കുന്ന പാലം അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ മന്ത്രി K. രാജൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അടുത്ത ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി K. രാജൻ നിവേദനവുമായി എത്തിയ പടവ് കമ്മിറ്റി ഭാരവാഹികളോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ ജൈവ പാർക്ക് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് T. സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും ബയോഡൈവേഴ്സിറ്റിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജൈവ പാർക്ക്. ഹൈടെക് കൂൺ കൃഷിയിൽ വിജയഗാഥയുമായി യുവ കർഷകൻ. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി സച്ചിൻ G. പൈയാണ് ഹൈടെക് കൃഷിയിൽ മാതൃക സൃഷ്ടിക്കുന്നത്. കൂൺ കൃഷിയിലൂടെ നിരവധി പേർക്കാണ് സച്ചിൻ G. പൈ ജോലി നൽകുന്നത്. വൈറലായ ഒരു കള്ളിമുൾച്ചെടി. തലയോലപ്പറമ്പ് ഇറുമ്പയം സ്വദേശി ജോൺസൺ വർക്കിയുടെ വീട്ടിലെ കള്ളിമുൾച്ചെടി കാണാനെത്തുന്നത് നിരവധി പേരാണ്. 45 വർഷം പഴക്കമുള്ള കള്ളിമുൾച്ചെടിയിൽ ഏകദേശം 500ഓളം പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത്. ഇനി ട്രെയിൻ യാത്രക്കിടയിലും ATMിൽ നിന്ന് പണം പിൻവലിക്കാം. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ ATM സ്ഥാപിച്ചു. മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് ട്രെയിനിലാണ് ATM സ്ഥാപിച്ചത്. ട്രെയിനിലെ AC കോച്ചിലാണ് ATM സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഭുസാവൽ ഡിവിഷനും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ATMുമായി ട്രെയിൻ ട്രയൽ റൺ പൂർത്തിയാക്കിയെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ ഒരാഴ്ചക്കിടെ 56,708 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട്. ഈ മാസം 5 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്ത് നടത്തിയ ഗതാഗത പരിശോധനയിലെ കണക്കുകളാണ് പുറത്തുവിട്ടത്. പ്രായപൂർത്തിയാകാത്തതും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതുമായ കേസുകളിലുമായി 110 കുട്ടി ഡ്രൈവർമാർ പിടിയിലായി. ഇവരെ നിയമ നടപടികളുടെ ഭാഗമായി ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി. ഗുരുതര ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ 39 പേർക്കെതിരെ കേസെടുത്തു. മോട്ടോർ സൈക്കിളുകളടക്കം 29 വാഹനങ്ങൾ കണ്ടുകെട്ടിയെന്നും കണക്കുകളിൽ. UAEയിൽ പൊടിക്കാറ്റ് ശക്തം. അബുദാബി, അലൈൻ, ദുബായിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. അതേസമയം അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലെ മിക്ക തീരപ്രദേശങ്ങളിലും 30 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി. ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന കണക്കുകൾ. ദുബായ് ഈ പദവി സ്വന്തമാക്കുന്നത് തുടർച്ചയായ 11ാം തവണ. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളമാണ് 2ാം സ്ഥാനത്ത്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തിറക്കിയത്. കഴിഞ്ഞ വർഷം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ചത് 9.23 കോടി യാത്രക്കാരെന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 6.1% വർധന രേഖപ്പെടുത്തിയെന്നും കണക്കുകളിൽ. 10 വർഷത്തിലധികമുള്ള ഇടവേളയ്ക്ക് ശേഷം റെഡ് ബുൾ ഏവിയേഷൻ ചലഞ്ച് കുവൈത്തിൽ തിരിച്ചെത്തുന്നു. ഇരട്ടി ആവേശത്തോടെ തിരിച്ചെത്തുന്ന ചലഞ്ച് ഏപ്രിൽ 18-ന് മറീന ബീച്ചിൽ ആരംഭിക്കും. കുവൈറ്റിൽ ഇതിനു മുൻപ് റെഡ് ബുൾ ഏവിയേഷൻ ചലഞ്ച് നടന്നത് 2007, 2010, 2012 വർഷങ്ങളിൽ.
ഒമാനിൽ നിന്നും യൂറോപ്പിലേക്ക് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഹൈഡ്രജൻ ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഒമാൻ, നെതർലൻഡ്സ്, ജർമ്മനി എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഹൈഡ്രജൻ ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത വികസന കരാറിലാണ് രാജ്യം ഒപ്പുവെച്ചത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നെതർലാൻഡ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ചരിത്രപരമായ നീക്കം. UAE-യിൽ വിവാഹസമ്മതം, വിവാഹപ്രായം, വിവാഹമോചന നടപടിക്രമങ്ങൾ തുടങ്ങിയവയിലെ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിലായി. രക്ഷിതാവ് വിസമ്മതിച്ചാലും സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാം എന്നതാണ് പ്രധാന മാറ്റം. സ്വന്തം രാജ്യത്തെ നിയമത്തിൽ വിവാഹത്തിന് രക്ഷിതാവ് വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ലെങ്കിൽ വിദേശികളായ മുസ്ലിം സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാകും. അബുദാബിയിൽ റോഡിലെ മിനിമം വേഗപരിധി എടുത്തു കളഞ്ഞ അധികൃതർ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിലെ നിയമമാണ് ഗതാഗത അതോറിറ്റി ഒഴിവാക്കിയത്. വേഗം കുറഞ്ഞാൽ പിഴ ഈടാക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഹെവി ട്രക്കുകളുടെ യാത്ര സുഗമമാക്കുന്നതിനുമാണ് കുറഞ്ഞ വേഗപരിധി എന്ന നിയമം ഒഴിവാക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് റോഡ് സുരക്ഷിതമായി മുറിച്ചു കടക്കുന്നതിനായി നിർമ്മിച്ച 2 പുതിയ മേൽപ്പാലങ്ങൾ അജ്മാൻ നഗരസഭ തുറന്നുകൊടുത്തു. 60 ലക്ഷം ദിർഹം ചെലവിലാണ് പുതുതായി 2 കാൽനട പാലങ്ങളുടെ പണി പൂർത്തിയാക്കിയത്. 37 മീറ്റർ നീളവും 4 മീറ്റർ വീതിയിലുമാണ് പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോക ഹോമിയോപ്പതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രൊജക്ട് റെസിലിയൻസ് എന്ന പദ്ധതിക്ക് തുടക്കം. ഡോക്ടർ അമൃതശ്രീ എസ് കുമാറിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മധ്യമേഖലയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ക്ഷേത്രം കിഴക്കേനട ഗോശാലയുടെ ഉദ്ഘാടനവും ഏപ്രിൽ 18 വെള്ളിയാഴ്ച നടക്കും. ചടങ്ങിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കുഭാഗത്ത് നിർമ്മിക്കുന്ന പുതിയ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കും. ദേവസ്വം മന്ത്രി VN വാസവൻ ക്ഷേത്ര ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ക്ഷേത്രം പടിഞ്ഞാറെ നടപ്പന്തലിൽ കുഴഞ്ഞു വീണ ഭക്തന്റെ ജീവൻ രക്ഷിച്ച ദേവസ്വം സുരക്ഷാ ജീവനക്കാരനെ അനുമോദിച്ചു. ദേവസ്വം സെക്യൂരിറ്റി ഗാർഡായ വിമുക്തഭടൻ MG അജികുമാറിനെയാണ് ദേവസ്വം ഭരണസമിതി ആദരിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അജികുമാറിനെ പൊന്നാടയണിയിച്ചു. ദേവസ്വം ഭരണസമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയായിരുന്നു ആദരം. തൃശൂർ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ വിഷുപൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 11 കരകളിൽ നിന്നുള്ള ഗജവീരന്മാരെ അണിനിരത്തിയായിരുന്നു എഴുന്നള്ളിപ്പ്. പടുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ പങ്കെടുത്ത ചെണ്ടമേളവും ശ്രദ്ധ നേടി. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായതിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ ഷാ പാലോട് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം NSS കല്ലട മേഖലാ സമ്മേളനം മെയ് 1 കിഴക്കേ കല്ലടയിൽ നടക്കും. കുണ്ടറ, പേരയം, കിഴക്കേ കല്ലട, മൺട്രോ തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നായി 16 കരയോഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മഠത്തിൽ M ഉണ്ണികൃഷ്ണപിള്ള പറഞ്ഞു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി തിരുവനന്തപുരം നെടുമങ്ങാട് യൂണിറ്റ് ധർണ സംഘടിപ്പിച്ചു. ഭീമമായ കോർട്ട് ഫീസ് വർധനവിനെതിരെയാണ് ധർണ സംഘടിപ്പിച്ചത്. നെടുമങ്ങാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കോലിയക്കോട് CEO മോഹൻകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പ്രസ് ക്ലബ് മാധ്യമ പുരസ്കാരം TD ഫ്രാൻസിസിനും ഷാരിമ രാജനും. ഇത്തവണ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധിയെയും കണ്ടെത്തി അവർക്ക് ആദരം സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ. വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിനെ കുറിച്ചുള്ള വാർത്താ പരമ്പരയ്ക്കാണ് ഫ്രാൻസിസിന് പുരസ്കാരം. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന കട്ടക്കുളം നിവാസികൾ അരപ്പൊക്ക വെള്ളത്തിൽ മൃതദേഹം കൊണ്ടുപോകേണ്ടി വരുന്ന ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിനാണ് ഷാരിമയ്ക്ക് പുരസ്കാരം. തിരുവനന്തപുരം നെടുമങ്ങാട് ദാറുൽ മആരിഫ് സ്കൂൾ ഓഫ് ഖുർആൻ സയൻസിൽ വിദ്യാരംഭം നടന്നു. ഉപകാരപ്രദമായ വിജ്ഞാനത്തിലൂടെയും ഉൾക്കാഴ്ചയുള്ള ചിന്തയിലൂടെയും വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന സംസ്കരണ മൂല്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നതെന്ന് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് അംഗം സഹീദ് മുസ്ലിയാർ വിഴിഞ്ഞം പറഞ്ഞു.
ആലപ്പുഴ എണ്ണക്കാട് സോപാനം ഗുരുകുലത്തിന്റെ 9ാം വാർഷികാഘോഷം ഏപ്രിൽ 19-20 തീയതികളിൽ സംഘടിപ്പിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 200ഓളം വാദ്യകലാകാരന്മാരുടെ മെഗാ പഞ്ചാരി മേളവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. വാർഷികാഘോഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ആലപ്പുഴ പേരുശ്ശേരി ഭദ്രകാളി ദേവി ക്ഷേത്രക്കുളം നിർമ്മാണത്തിന് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ തറക്കല്ലിട്ടു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചാണ് നിർമ്മാണം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗോപൻ, പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു യോഹന്നാൻ, പ്രമോദ് അമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. ദശാവതാരം ചന്ദനച്ചാർത്തിനൊരുങ്ങി തൃശൂർ എറവ് മഹാവിഷ്ണു ക്ഷേത്രം. ഈ മാസം 19 മുതൽ 30 വരെയാണ് ചന്ദനച്ചാർത്തിന്റെ ആഘോഷങ്ങൾ. വർഷങ്ങളായി ദശാവതാരം ചന്ദനച്ചാർത്ത് നടത്തുന്ന ക്ഷേത്രമാണ് എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന സൗജന്യ തയ്യൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ വികസനം, വായ്പാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉണ്ടാകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ NCVET സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാകരണം എന്നീ വകുപ്പുകളുടെ സഹായത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവവും മെഗാ ക്യൂസ് മത്സരവും സംഘടിപ്പിക്കുന്നു. അടുത്ത അധ്യയന വർഷം 7, 8, 9 ക്ലാസുകളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. പരിസ്ഥിതി, ജൈവ വൈവിധ്യം എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചായിരിക്കും ക്യൂസ് മത്സരം. സ്കോൾ കേരള നടത്തുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് 10ാം ക്ലാസ് ബാച്ചിന്റെ 10ാം ബാച്ചിന്റെ പൊതുപരീക്ഷ മെയ് 20 ആരംഭിക്കും. തിയറി പരീക്ഷ മെയ് 20, 21, 22, 23, 26 തീയതികളിലും പ്രായോഗിക പരീക്ഷ മെയ് 27, 28, 29, 30 തീയതികളിലും അതാത് പഠന കേന്ദ്രങ്ങളിൽ നടത്തും. പരീക്ഷാ ഫീസ് പിഴ കൂടാതെ ഏപ്രിൽ 24 വരെയും 20 രൂപ പിഴയോടെ ഏപ്രിൽ 25 മുതൽ 29 വരെയും അപേക്ഷിക്കാം. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ 6 മാസത്തെ സൗജന്യ KAS പരീക്ഷാ പരിശീലനം നൽകുന്നു. PSC നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന വിവിധ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ, പാർട്ട് ടൈം, റെഗുലർ തുടങ്ങി വ്യത്യസ്ത ബാച്ചുകളായിട്ടായിരിക്കും ക്ലാസുകൾ. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലഭിക്കും. BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് സൗജന്യ പരിശീലനം നടത്തുന്നു. ഏപ്രിൽ 22, 23 തീയതികളിൽ കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ക്യാമ്പസിലാണ് പരിശീലനം. ഇംഗ്ലീഷ് ഒരു വിഷയമായി +2 പാസ്സായവർക്കും പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കാം. പാരാലീഗൽ വോളണ്ടിയർമാരുടെ നിയമനത്തിന് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചു. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബിരുദം, ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പോലീസ് സ്റ്റേഷനുകളിലെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഡിഗ്രി, MSW ഉൾപ്പെടെയുള്ള ഉന്നത ബിരുദങ്ങൾ അധിക യോഗ്യതയായി കണക്കാക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 24. അഭിമുഖം ഏപ്രിൽ 29 നടക്കും. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് കൈറ്റിന്റെ നേതൃത്വത്തിൽ കീ ടു എൻട്രൻസ് എന്ന പേരിൽ മാതൃകാ പരീക്ഷ നടത്തുന്നു. ഏപ്രിൽ 19 വരെ പരീക്ഷയിൽ പങ്കെടുക്കാം. ഒരു ദിവസം 3 മണിക്കൂറാണ് ടെസ്റ്റ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ആവേശ ജയം. സീസണിലെ ആദ്യ സൂപ്പർ ഓവറിലേക്ക് കടന്ന ആവേശകരമായ മത്സരത്തിലാണ് ഡൽഹിയുടെ വിജയം. നിശ്ചിത ഓവറിൽ ഇരു ടീമുകളും 188 റൺസിലെത്തിയതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് കടന്നത്. 5 വിജയത്തോടെ ഡൽഹി ക്യാപിറ്റൽസ് 10 പോയിന്റുമായി പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തി. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.